Assalamu alaikum, it's me Shil. So welcome back to my YouTube channel. അപ്പോൾ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. സോ വലിയ ആഘോഷമായിട്ടൊന്നും നമ്മൾ നടത്തുന്നില്ല. അതൊക്കെ നമ്മൾ 18 വയസ്സിലെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു, വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ. അപ്പോൾ ഈ വർഷത്തെ ബർത്ത്ഡേ ഇപ്പോൾ എനിക്ക് ഒരു വയസ്സും കൂടി കൂടിയിരിക്കുകയാണ്. സോ ഹാപ്പിയാണ്. പിന്നെ വിഷസും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് വിഷ് ചെയ്ത് എല്ലാവർക്കും. പിന്നെ ഇന്നലെ നൈറ്റ് തന്നെ ഒരു 12 മണിയായപ്പോഴത്തേക്കും എനിക്ക് സർപ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ബർത്ത്ഡേക്ക് മുന്നേ തന്നെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എൻ്റെ ഫാമിലീസ് മേടിച്ച് തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വ്ളോഗല്ല മിനി ഷോർട്ട് വ്ളോഗായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ കോസ്റ്റ്യൂം കാണിച്ചു തരാം. 3 കോസ്റ്റ്യൂംസ് ഉണ്ട്. ചിലപ്പോൾ ഞാൻ ഇതിൽ 2 ഇൻക്ലൂഡ് ചെയ്യുള്ളൂ, ചിലപ്പോൾ 1 ഇൻക്ലൂഡ് ചെയ്യുള്ളൂ, അറിയാൻ പറ്റില്ല. എന്തായാലും നോക്കാം. അപ്പോൾ ബാക്കി കോസ്റ്റ്യൂംസ് ഞാൻ എന്തായാലും ഇടുമ്പോൾ ഇൻസ്റ്റയിൽ ഉറപ്പായിട്ടും പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും എൻ്റെ ഡ്രസ്സ് കാണണ്ട. എല്ലാവരും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഡ്രസ്സ് എടുത്തപ്പോൾ ഡ്രസ്സ് എവിടെ അതിൽ കാണിക്കുന്നില്ലല്ലോ എന്ന്. അത് ഞാൻ ജസ്റ്റ് ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നു അവരെല്ലാവരും താഴെ ബിരിയാണി, പായസം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തരാം. സോ ഫസ്റ്റ് എന്തായാലും നമുക്ക് മേക്കപ്പ് ചെയ്യാം. മേക്കപ്പ് വലുതായിട്ട് ഞാൻ ചെയ്യുന്നില്ല, എന്നാലും ജസ്റ്റ് ഒരു ബർത്ത്ഡേ ലുക്കിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് ഞാൻ കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. അങ്ങനെ ആദ്യം തന്നെ ഉമ്മി പായസം വയ്ക്കണ്ടായി കേട്ടോ. ഞാൻ ഇറങ്ങി ചെന്നപ്പോഴും തന്നെ. അപ്പോൾ ഇന്ന് അടപ്രഥമനാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇന്നലെ 12 മണിക്ക് നമ്മൾ പാലട പായസം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്ന് പ്രഥമനാണ് കേട്ടോ ഉണ്ടാക്കണത്. അത് കഴിഞ്ഞ് പിന്നെ ലിയോ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ടായി ഗ്രേവി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവനിക്ക് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈ, സാലഡ്, അച്ചാർ, പപ്പടം. ഇത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇത്രയും തന്നെ മതിയാവൂലേ. നമ്മൾ വലിയ ആഘോഷമായിട്ടൊന്നും നടത്തുന്നില്ല. പിന്നെയും നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫുഡ് വെച്ചിട്ടുണ്ടായേ. അത് ഇനിയിപ്പോൾ നമ്മളെ പായസവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെൻ്റെ ഫേവറേറ്റ് പായസമാണ് കേട്ടോ. സോ ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഇതായിരുന്നു കേട്ടോ എൻ്റെ കോസ്റ്റ്യൂം. സോ ഇത്തവണത്തെ എൻ്റെ ബർത്ത്ഡേ കോസ്റ്റ്യൂം ഞാനും എൻ്റെ പാർട്ട്ണറും കൂടിയിട്ട് ഡിസൈഡ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കോസ്റ്റ്യൂമായിരുന്നു കേട്ടോ ഈ സാരി എന്ന് പറഞ്ഞത്. നമ്മളെപ്പോഴും നോർമലായിട്ടുള്ള ഡ്രസ്സല്ലേ എടുക്കൽ. അപ്പോൾ ഈ തവണ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സാരി എടുത്തിട്ടുള്ളത്. എൻ്റെ 18 വയസ്സിലെ ബർത്ത്ഡേക്ക് പോലും ഞാൻ സാരി ഉടുത്തിട്ടില്ല. സോ ഗായ്സ്, നമ്മൾ ബർത്ത്ഡേക്ക് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആകെ ടയേർഡാണ്. എൻ്റെ ഫേസ് കണ്ടാൽ അറിയാം ഞാൻ ഫുള്ളി ടയേർഡായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് വ്ളോഗായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ സോറി. അപ്പോൾ എന്നെ കുറേ പേര് വിഷ് ചെയ്തു, കുറേ പേര് എന്നെ സ്റ്റോറി മെൻഷൻ ചെയ്ത് വെച്ചു, വാട്സപ്പിൽ മെൻഷൻ ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു, ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടു. അങ്ങനെ കുറേ വിഷസ് എനിക്ക് കിട്ടി. താങ്ക് യു സോ മച്ച് ഫോർ ലവിങ് മീ. എന്നെ ഇത്രത്തോളം സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. എനിവേ താങ്ക് യു സോ മച്ച്. പിന്നെ എന്നെ വെറുക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനിയും വെറുത്തോളൂ. എനിക്ക് അതിലൊന്നും ഒരു പ്രശ്നമില്ല. കാരണം നിങ്ങളെക്കാളും ഇരട്ടി പേരെന്നെ സ്നേഹിക്കാനുണ്ട്. അതാണ് എൻ്റെ ബലം. ഓക്കെ, സോ നിങ്ങൾ ഇനിയും വെറുത്തോളൂ. എനിക്ക് അതിലൊന്നും പറയാനില്ല. താങ്ക് യു മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ കുറേ സിറ്റുവേഷൻസ് വരുമ്പോഴേ നമുക്ക് ആൾക്കാരെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം അതുപോലെ എൻ്റെ ലൈഫിൽ ഞാൻ കുറേ സിറ്റുവേഷൻസിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. പലരുടെയും സ്വഭാവങ്ങൾ ഞാൻ മനസ്സിലാക്കിയ കുറേ സിറ്റുവേഷൻസ് എനിക്ക് കടന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെറുക്കുന്നവരോടും സ്നേഹിക്കുന്നവരോടും താങ്ക്സ് മാത്രമേ പറയാനുള്ളൂ. പിന്നെ എന്താ പറയാനില്ലേ, വേറൊന്നുമില്ല. അപ്പോൾ ഇത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ബർത്ത്ഡേ. സോ കോസ്റ്റ്യൂം എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നവരോട്, കോസ്റ്റ്യൂം വെറ്റ്ലാൻഡ് വെഡിങ്സിൽ നിന്ന് തന്നെയാണ്. ആൻഡ് ദെൻ എനിക്ക് തോന്നുന്നു 2 ഡ്രസ്സ് വെറ്റ്ലാൻഡ് വെഡിങ്സിൽ നിന്നാണ്. ഞാൻ അതിൻ്റെ വ്ളോഗ് മുന്നേനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം സ്റ്റുഡിയോയിലെ ഡ്രസ്സുമാണ് കേട്ടോ. അതൊക്കെ ഇനിയിപ്പോൾ ഞാൻ പയ്യെ ഇട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വിശേഷം. ഞാൻ വളരെ ഹാപ്പിയാണ്, എൻ്റെ ഫാമിലി ഹാപ്പിയാണ്. അപ്പോൾ വെറുക്കുന്നവർ ഇനിയും വെറുത്തോളൂ, സ്നേഹിക്കുന്നവർ ഇനിയും സ്നേഹിച്ചോളൂ. സോ ഇത്രയേ ഉള്ളൂ. ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുവാൻ. ടാറ്റാ, ബൈ ബൈ ആൻഡ് ലവ് യു സോ മച്ച്.